ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിനാണ് ഇറങ്ങുന്നത്. ഒരു തോടാണ് ഗൈസ്. അയ്യോ ഗൈസ്, ഇതാണ് നമ്മൾ തോട്. ഇതിൻ്റെ അകത്ത് രണ്ട് ബ്രാലൊക്കെ കിടക്കുന്നുണ്ട്, 2-3 ബ്രാലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ സൈസൊക്കെ ഉള്ള മീനൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോൾ ബ്രാൽ എനിക്ക് കാണാം, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഈ ക്യാമറയുടെ സൂമിങ് കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മീൻ പിടിച്ചിട്ട് കാണാം ഗൈസ്. ഒരു കുളക്കാക്കയാണ് ഗൈസ് ഇപ്പോൾ ചാടി കയറിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ മീനുണ്ട് ഉറപ്പാണ് ഗൈസ്. നമുക്കപ്പം എന്തായാലും ഫിഷിങ്ങിലോട്ട് കിടക്കാം. അതിനു മുമ്പേ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ കൂടെ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ ജിതിൻ രാജ് ഉണ്ട്. ജിതിൻ രാജ് ഓക്കെ ഗൈസ്. ഇത് ഈ തോട്ടിലൊരു ഭാഗമാണ്. ഇതാണ് അണപ്പാട് തോടെന്ന് പറയുന്ന തോട് ഗൈസ്. നമ്മൾ പെട്രോൾ അടിക്കാൻ പോയിട്ട് വന്നതാണ്. പോയിട്ട് വരണ വഴിക്കാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. നമ്മളെന്തായാലും ചിക്കനൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് പറ്റുമെങ്കിൽ ചിക്കൻ്റെ കുടലും എടുത്തുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അങ്ങനെ ഗൈസ് നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ വണ്ടി പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഗൈസ്. ഇന്ന് നല്ല കടയിലൊക്കെ നല്ല തിരക്കായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തു. അങ്ങനെ ഗൈസ് ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ട് കുറച്ച് മണ്ണിനെയും പിടിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ മണ്ണിനെ പിടിക്കുന്നതാണ് ഗൈസ് ഇപ്പോൾ കാണുന്നത് ഗൈസ്. ജസ്റ്റ് ഒന്ന് 2-3 കുഴി എടുക്കുമ്പോൾ തന്നെ പണ്ട് മണ്ണിര കിട്ടുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ നല്ല കുറവാണ് മണ്ണിര. അങ്ങനെ ഗൈസ് മണ്ണിരയൊക്കെ എടുത്ത് നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ്. അങ്ങനെ വെള്ളം പൊഴിക്കണം കിളവി. നമ്മളെ ബീഫ് ഇല്ലാതാക്കിയത് എവരാണ് ഗൈസ്, വെള്ളം പോലെ ആയിപ്പോയി. അങ്ങനെ ഗൈസ് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മീനൊക്കെ പിടിച്ചിട്ട് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളിതാ ഇറങ്ങുകയാണ് ഗൈസ്. ഗൈസ് നമ്മളിതാ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ നമ്മൾ അവിടെ ഇതിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് ചൂണ്ടയിടാൻ പറ്റില്ല. അവിടെ ഫുള്ളും കാടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ അങ്ങറ്റോ അല്ലെങ്കിൽ ഇങ്ങറ്റത്ത് നിന്ന് ചൂണ്ടയിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മളിപ്പം ചൂണ്ടയിടാൻ പറ്റിയൊരു സ്പോട്ട് നോക്കി ഇത് വെള്ളത്തിൽ കൂടെ തന്നെ നടന്ന് അപ്പുറത്തെ കരയിൽ പോയി ചൂണ്ടയിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ നമ്മൾ ഈ മീൻ പിടുത്തം എന്ന് പറയുമ്പോൾ അളിയാ ഇവിടെ ആയിരിക്കണം, വെള്ളത്തിലായിരിക്കണം ഫുള്ള്, മനസ്സിലായോ? ഒരു പ്രശ്നമുണ്ട്, ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ വീഡിയോ എപ്പോൾ വേണോ ഓഫാകാം. ഞാൻ മീൻ പിടിക്കുന്ന ക്ലിപ്പ് ചിലപ്പോൾ കിട്ടും, പക്ഷേ മീൻ പിടിച്ച വീഡിയോ ഉറപ്പായിട്ടും ഞാൻ എങ്കിൽ ചാനലിലിടും. അപ്പോൾ നമ്മൾ എന്താ വെള്ളത്തിൽ കൂടെ നടക്കാനുള്ള തണുത്ത വെള്ളം, ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഗൈസ്. എല്ലാവരും ഓടെയാണിപ്പം. നമ്മൾ വലിയ അനക്കമൊന്നും ഇല്ലാതെ അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മൾ കരയിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിന്ന് പിടിച്ച മീൻ ഗൈസ്, ഇതിൻ്റെ ഞാളെ പല്ല് കാണിച്ചു കളിയാ. ഇതിൻ്റെ പല്ല് കണ്ടോ ഗൈസ്, അടിപൊളി മീനാണ് ഗൈസ്. പക്ഷേ ഗൈസ് എൻ്റെ ഫോണ് ചാർജ് ഓഫായിപ്പോയി. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയൊരു സൈസുള്ള മീൻ ആരും നമുക്ക് കിട്ടി. പക്ഷേ അത് നിർഭാഗ്യമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ചറുകിപ്പോയി. കാരണം വെച്ചാൽ ഇതിൻ്റെ മറ്റേ ബ്രാലാണ് ഗൈസ്. നെയ്മീന എന്തോ നെടുമീനാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നല്ല എണ്ണ ഒഴുകുപോലെ സംഭവം സ്കിഡായി പോകും. കൈ നല്ല ചറക്കും. അങ്ങനെ ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ഉള്ളൊരു വലിയൊരു സംഭവം പോയി. അടുത്ത് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ നാളെ തന്നെ പിടിക്കും ഗൈസ്. നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ പോയി കാണാം. ബൈ ഗൈസ്.